ഇമാമിനോട് കൂടെ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ചില മുഅ്മിനീങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്ന വലിയ ഒരു കാര്യമുണ്ട്. അതായത് ഫാത്തിഹ സൂറത്ത് ഇമാം ഓതിയിട്ട് വലല്ലാലീൻ എന്ന് പറഞ്ഞിട്ട് ഇമാം ആമീൻ പറയും. ഇമാം ആമീൻ പറയുമ്പോഴാണ് മഅ്മൂമീങ്ങൾ ആമീൻ പറയേണ്ടത്. ഇമാമിന്റെ കൂടെ ആമീൻ പറയണം. എന്നാൽ ചിലയിടങ്ങളിലൊക്കെ വലല്ലാലീൻ എന്ന് ഇമാം പറഞ്ഞു തീരുമ്പോഴേക്ക് ബാക്കിൽ നിന്ന് മഅ്മൂമീങ്ങൾ ആമീൻ എന്ന് പറയും. ഇമാം അപ്പോൾ ആമീൻ പറഞ്ഞിട്ടുണ്ടാവില്ല. ഇമാം പിന്നെയാ പറയുന്നത് കുറച്ച് സമയം കഴിഞ്ഞിട്ട്. വലല്ലാലീൻ കഴിഞ്ഞിട്ട് റബ്ബിഗ്ഫിർ എന്ന് പറയുന്ന സുന്നത്തുണ്ട്. ചില ഇമാമിങ്ങൾ അത് പറഞ്ഞതിന് ശേഷമാണ് ആമീൻ പറയാ. അപ്പൊ മഅ്മൂമീങ്ങൾ എന്ത് ചെയ്യണം? ഇമാം ആമീൻ പറയുന്നത് ശ്രദ്ധയോടുകൂടെ നിൽക്കണം. എന്നിട്ട് ആമീൻ പറയുന്നത് കേൾക്കുമ്പോൾ ഇമാമിന്റെ കൂടെ ആമീൻ പറയണം. എന്താണ് കാരണം? ഇദാ അമ്മനൽ ഇമാമു ഫഅമ്മിനൂ. ഇമാം ആമീൻ പറഞ്ഞാൽ നിങ്ങൾ ആമീൻ പറയണം. കാരണം ഫഇന്നഹു മൻ വാഫഖ തഅമീനുഹു തഅമീനൽ മലായിക. ഒരാളുടെ ആമീൻ മലക്കുകളുടെ ആമീനിനോട് യോജിച്ചു വന്നാൽ ഗുഫിറ ലഹു, അവന്റെ ദോഷങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. ഇദാ ഖാലൽ ഇമാമു ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലല്ലാലീൻ എന്ന് ഇമാം പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു ഫഖൂലു ആമീൻ, അപ്പോൾ നിങ്ങൾ ആമീൻ പറയണേ. فإنه من وافق قوله قول الملائكة غفر له ما تقدم من ذنبه. ഒരാളുടെ വാക്ക് മലക്കുകളുടെ ആമീനിനോട് യോജിച്ചു വന്നാൽ അവന്റെ മുൻകഴിഞ്ഞു പോയ ദോഷങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. ഇദാ ഖാല അഹദുക്കും ആമീൻ, നിങ്ങളിൽ നിന്നൊരാൾ ആമീൻ പറഞ്ഞാൽ വഖാലൽ മലായികതു ഫിസ്സമാ, ആകാശത്തുള്ള മലക്കുകളും പറയുമത്രേ ആമീൻ എന്ന് പറയുമത്രേ. ഫവാഫഖത് ഇഹ്ദാഹുമൽ ഉഖ്റാ, അങ്ങനെ ഒരാളുടെ ആമീൻ മലക്കുകളുടെ ആമീനിനോട് യോജിച്ചു വന്നാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ അത് കാരണം അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. അപ്പൊ മലക്കുകളുടെ ആമീനിനോട് യോജിക്കണം. മലക്കുകൾ എപ്പോഴാണ് ആമീൻ പറയാ? ഇമാം ആമീൻ പറയുമ്പോഴാണ് മലക്കുകൾ ആമീൻ പറയാ. അപ്പൊ ബാക്കിൽ നിൽക്കുന്ന മഅ്മൂമീങ്ങൾ ആമീൻ പറയേണ്ടത് ഇമാം ആമീൻ പറയുമ്പോ ഇമാമിന്റെ കൂടെ പറയണം. വലല്ലാലീൻ എന്ന് പറഞ്ഞു തീരുമ്പോഴേക്ക് മഅ്മൂമീങ്ങൾ ആമീൻ എന്ന് പറഞ്ഞാൽ ഇമാമിന്റെ കൂടെ യോജിച്ചു കൊള്ളണമെന്നില്ല. അപ്പൊ ഇമാം ആമീൻ പറയുന്നത് ശ്രദ്ധിച്ചു നിൽക്കുക, എന്നിട്ട് ഇമാമിന്റെ കൂടെ ആമീൻ പറയാ. അപ്പോഴാണ് മലക്കുകളുടെ ആമീനിനോട് കൂടെ നമ്മുടെ ആമീൻ യോജിക്കുള്ളൂ.